പല സ്ഥലങ്ങളിലായി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇങ്ങനെ ഈ നിലയിൽ നിങ്ങളോട് സംസാരിപ്പാനും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാനും ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ഭാഗം വായിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചിന്ത നമുക്ക് ആരംഭിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് കർത്താവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ച അനേകരെ നമുക്ക് കാണാൻ കഴിയും. ഒത്തിരി ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്നു, ഒത്തിരി ആളുകളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇങ്ങനെ പല നിലയിൽ വന്ന ആളുകളെല്ലാം സൗഖ്യം പ്രാപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവരുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പകർന്നപ്പോൾ കർത്താവ് അതിൻ്റെ മേൽ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആദ്യമേ തന്നെ വിശ്വസിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആവശ്യങ്ങൾ ഏതായാലും അത് ഒരു വലിയ പ്രശ്നമായിട്ട്, ഒരു വലിയ സമസ്യയായിട്ട് നമുക്ക് തോന്നിയാലും ദൈവത്തിൻ്റെ മുമ്പിൽ അതെല്ലാം വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. ഏത് വലിയ കാര്യമെന്ന് മനുഷ്യർ ചിന്തിക്കുന്നതും ദൈവത്തിൻ്റെ മുമ്പിൽ അതെല്ലാം വളരെ നിസ്സാരമാണ്. കാരണം ദൈവം എല്ലാം അറിയുന്നവനാണ്, സകലത്തെയും സൃഷ്ടിച്ചവൻ ദൈവമാണ്, എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് ദൈവത്തിൻ്റെ കയ്യിലുണ്ട്, സകലത്തിൻ്റെയും സൃഷ്ടി ദൈവത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളുടെയും വലിയ കാര്യങ്ങളുടെയും പ്രവർത്തനവും അതിൻ്റെ നിയന്ത്രണവും മുഴുവൻ ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്ന ആരെയും തള്ളിക്കളയുന്നവനല്ല ദൈവം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ദൈവമാണ്. ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 43 മുതലുള്ള വാക്യങ്ങളിൽ ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. യേശു മറ്റു പല ആളുകളുമായിട്ട് ഇങ്ങനെ ശുശ്രൂഷയിൽ ഇങ്ങനെ മുന്നേറുകയായിരുന്നു. അനേകരോട് പ്രസംഗിക്കുകയും അനേകരോട് ദൈവവചനം പഠിപ്പിക്കുകയും അനേക രോഗികളെ സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ മുന്നേറുന്നതായ സമയത്ത് ഒരു സ്ത്രീ അതിൻ്റെ ഇടയിൽ കൂടി യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് സൗഖ്യത്തിനു വേണ്ടി യേശുവിനെ വന്ന് സ്പർശിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. യേശുവിൻ്റെ ചുറ്റുപാടുള്ളതെല്ലാം പുരുഷന്മാരായിരുന്നു. യഹൂദ നിയമം അനുസരിച്ച് ഒരു സ്ത്രീക്ക് ഒരിക്കലും യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുകയില്ല. യേശുവിൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ വളരെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സ്ത്രീകൾ പൊതുസമൂഹത്തിൽ വരാൻ പാടില്ല, പ്രത്യേകിച്ച് പുരുഷന്മാർ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ടെങ്കിലും ആ സ്ത്രീ രോഗിയായിരുന്നതുകൊണ്ട്, ആ സ്ത്രീക്ക് ഒരു സൗഖ്യം ആവശ്യമായിരുന്നതുകൊണ്ട് നിയമങ്ങളോ നിയമസംഹിതകളോ എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കാതെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ആ സ്ത്രീ തയ്യാറായി. നമുക്കറിയാം, മറ്റു പല സാഹചര്യങ്ങളിലും യേശുവിൻ്റെ അടുത്തേക്ക് ആളുകളെ ചിലർ എടുത്തുകൊണ്ട് വന്നു, ചിലരെ പറഞ്ഞ് അയച്ചു, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ സ്ത്രീ യേശുവിനെ പറ്റി അറിഞ്ഞു, കേട്ടു, വേറെ ആരോടും ഒന്നും അഭിപ്രായം ചോദിക്കാൻ നിൽക്കാതെ ആ സ്ത്രീ തന്നെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സാഹചര്യത്തിൻ്റെ പ്രഷർ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അവിടെ ആരും അറിയാതെ രോഗിയായ ഈ സ്ത്രീ, സമൂഹത്തിൽ അപമാനിതയായ ഈ സ്ത്രീ, രോഗം രക്തസ്രാവം എന്ന് പറയുന്നത് ആ സമൂഹത്തിൽ ഏറ്റവും അധികം വെറുക്കപ്പെട്ട ഒരു രോഗമാണ്. ഒരു പൊതുസമൂഹത്തിൽ വന്ന് മറ്റുള്ളവരുടെ കൂടെ പൊതുവായിട്ട് ഇടപെടാൻ ഒരിക്കലും അവർക്ക് കഴിയാത്ത സാഹചര്യത്തിലാണ് അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് വളരെ ത്യാഗം സഹിച്ച് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ അവർ വന്നു, അവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് അവർ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ തൊട്ടു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ തൊട്ടപ്പോൾ സൗഖ്യമായി എന്നാണ് നമ്മൾ കാണുന്നത്. സൗഖ്യം യേശുവിൽ നിന്ന് കടന്നു വന്നു. അപ്പോൾ യേശു ചോദിക്കുകയാണ്, എന്നെ ആരോ തൊട്ടല്ലോ, എന്നെ ആരോ സ്പർശിച്ചല്ലോ. അങ്ങനെ ആ സ്ത്രീ വീണ്ടും യേശുവിൻ്റെ മുമ്പിൽ വന്ന് ഞാനാണ് തൊട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഇനി ഇതിൽ നിന്ന് 1-2 ലെസൺസ് നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. ഈ സ്ത്രീ മുമ്പോട്ട് വന്നു. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആര് മുമ്പോട്ട് വരുന്നു എന്നുള്ളത് പ്രശ്നമല്ല, മുമ്പോട്ട് വരുന്നവരെ തൊടുന്നവനാണ് നമ്മുടെ കർത്താവ്. ആര് വന്നാലും അവരെ തൊടുന്നവനാണ് നമ്മുടെ കർത്താവ്. ആര് യേശുവിൻ്റെ മുമ്പിൽ സൗഖ്യം, എനിക്ക് സൗഖ്യമാകണം, എൻ്റെ പ്രശ്നങ്ങൾ മാറണം, എൻ്റെ രോഗങ്ങൾ മാറണം, എൻ്റെ വീട്ടിലെ സ്ഥിതിഗതികൾ മാറണം എന്ന ആശയോടുകൂടി, എന്ന പ്രതീക്ഷയോടുകൂടി ആര് യേശുവിൻ്റെ അടുക്കൽ വരുന്നുവോ അവരെ തൊടുന്നവനാണ് നമ്മുടെ കർത്താവ്. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം അയക്കുന്നവനാണ്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ഏത് വലുതായാലും, നമ്മുടെ ആവശ്യങ്ങൾ എത്ര തന്നെ കോംപ്ലിക്കേറ്റഡ് ആയാലും, എത്ര തന്നെ പ്രതികൂലങ്ങൾ നിറഞ്ഞതായാലും യേശുവിൻ്റെ മുമ്പിലേക്ക് അത് കൊണ്ടുവരുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ പ്രതികൂലത്തിൻ്റെ മേൽ പ്രവർത്തിക്കുകയും നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കി തരികയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ആരാലും സൗഖ്യം വരാത്ത 43-ാം വാക്യത്തിൽ പറയുന്നു, 12 വർഷമായി രക്തസ്രവം, അത് ആരാലും സൗഖ്യമാകുവാൻ കഴിഞ്ഞില്ല. ആ സ്ത്രീക്കുണ്ടായിരുന്നത് മുഴുവൻ ചെലവഴിച്ചു. ഏറ്റവും പ്രശസ്തരായ പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെ ഒരുപക്ഷെ അവൾ പോയി കണ്ടു കാണും. അന്ന് ചെയ്യാവുന്ന എല്ലാ ചികിത്സാ വിധികളും അന്ന് ആർക്കൊക്കെ ഉപദേശിക്കാൻ കഴിയുമോ ആ ഉപദേശങ്ങളെല്ലാം സ്വീകരിക്കുകയൊക്കെ ചെയ്ത് ഇവർ യേശുവിൻ്റെ മുമ്പിൽ വന്നു. ആ സമയത്ത് അവരുടെ പശ്ചാത്തലം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഉണ്ടായിരുന്നത് മുഴുവൻ അവർ
ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. അവരുടെ ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു? എല്ലാം ചികിത്സ, ഉള്ള മുതൽ മുഴുവൻ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് സൗഖ്യം, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം നേടാൻ വേണ്ടി നമ്മൾ എന്തും ചെലവഴിക്കാൻ മടിക്കാറില്ല. ആമേൻ. അങ്ങനെ എത്ര ചെലവഴിച്ചാലും ദൈവം നമ്മളെ സൗഖ്യമാക്കിയില്ലെങ്കിൽ ഒരിക്കലും സൗഖ്യമാകാൻ കഴിയില്ല. ഉണ്ടായിരുന്നതെല്ലാം ചെലവഴിച്ചിട്ട് സൗഖ്യമായില്ല, എന്നാൽ യേശുവിൻ്റെ സന്നിധിയിൽ വന്നപ്പോൾ സൗഖ്യമായി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പലപ്പോഴും നമുക്കുണ്ടായിരുന്ന വസ്തുവകകൾ വിറ്റു, വീട്ടിലുണ്ടായിരുന്ന മറ്റ് സാധനങ്ങൾ വിറ്റു, ഇതൊക്കെയും ചെയ്തു, എന്നിട്ട് സൗഖ്യമാക്കാൻ കഴിയാതെ വരുന്ന സമയത്താണ് നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ചെയ്യാൻ കഴിയാമെന്ന് നോക്കാം, നമ്മൾ തന്നെ ആദ്യമേ അങ്ങ് ചെയ്യും. സൗഖ്യം, അതിന് ഹോസ്പിറ്റലിൽ പോകുന്നു, അതിന് നമ്മൾ പ്രഗത്ഭരായ പ്രശസ്തരായ ഡോക്ടേഴ്സിനെ കാണുന്നു, അങ്ങനെ ചെയ്യാവുന്നതൊക്കെയും ചെയ്തു. ഏറ്റവും അവസാനം ഒരു മാർഗ്ഗവും ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നത്. എന്നാൽ നമ്മൾ ഒരു കാര്യം ബുദ്ധിപൂർവ്വം ചിന്തിക്കണം. നമുക്കെപ്പോഴും സൗജന്യമായിട്ട് സൗഖ്യം തരാൻ മനസ്സുള്ളവനായ നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ ചെല്ലുവാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് കർത്താവിൻ്റെ കരം പ്രവർത്തിക്കുന്നത്. ഈ സ്ത്രീ നമ്മളെപ്പോലെ തന്നെയാണ് ഈ കാര്യത്തിൽ. ഉള്ളതെല്ലാം ചെലവഴിച്ചു, പോകാവുന്ന ഇടത്തൊക്കെ പോയി, ചെയ്യാവുന്ന ക്രിയകളെല്ലാം ചെയ്തു, എന്നിട്ടും ഫലം കാണാതെ വന്നപ്പോഴാണ് അവർ യേശുവിൻ്റെ അടുത്തേക്ക് വന്നത്. ഇനി യേശുവിൻ്റെ അടുത്തേക്ക് വന്നതും അത്ര എളുപ്പമായിരുന്നില്ല അവരുടെ വരവ്. വളരെ ത്യാഗം സഹിച്ചാണ് വരുന്നത്. വളരെ പുരുഷന്മാർ തിങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ മുമ്പോട്ട് നടന്നു വരികയാണ്. ഒത്തിരി പുരുഷന്മാരവിടെ നിൽപ്പുണ്ട്. യേശുവിൻ്റെ ചുറ്റുപാട് ഒത്തിരി ആൾക്കാർ കാണും. യേശുവിൻ്റെ ചുറ്റിനും കൂടി നിൽക്കുന്ന ഒത്തിരി ആളുകൾ കാണും. ശിഷ്യന്മാരുണ്ട്, മറ്റ് അനേക ആളുകൾ യേശുവിൻ്റെ ചുറ്റുപാടും കൂടി നിൽക്കുമ്പോഴാണ് ഇവരതിൻ്റെ ഇടയ്ക്കൂടെ വളരെ കഷ്ടപ്പെട്ട് വരുന്നത്. യേശുവിനെ വന്ന് സ്പർശിച്ചപ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് സൗഖ്യം വ്യാപരിച്ചു. അപ്പോൾ യേശു തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? അനേകർ കൂടി നിൽക്കുകയാണ്. അങ്ങോട്ട് തള്ളുന്നു, ഇങ്ങോട്ട് തള്ളുന്നു. ഇത്ര ആളുകൾ ഒരുമിച്ച് പോകുമ്പോൾ, ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ പരസ്പരം തൊടുന്നത്, പരസ്പരം ദേഹങ്ങൾ തമ്മിൽ മുട്ടുന്നത് വളരെ വളരെ സാധാരണമാണ്. അനേക പുരുഷന്മാർ ഇങ്ങനെ നീങ്ങുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് സ്പർശിച്ചത് യേശു പ്രത്യേകം ചോദിക്കുകയാണ്, ആരെന്നെ സ്പർശിച്ചു? നമ്മൾ മാനുഷികമായ ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഒരുപക്ഷെ ഒരു ബുദ്ധിശൂന്യമായ ചോദ്യമായിട്ട് നമുക്ക് തോന്നും. ഇത്രയും പേര് ഒരുമിച്ച് നീങ്ങുകയില്ലയോ? അപ്പോൾ ഒരാൾ സ്പർശിച്ചാൽ ഇപ്പോൾ ആരാ സ്പർശിച്ചത്? നമ്മളെല്ലാം സ്പർശിച്ചു, അടുത്ത് നിൽക്കുന്നവരൊക്കെയും ടച്ച് ചെയ്ത് കാണും എന്ന് പറയാവുന്ന ഒരു സാഹചര്യം. എന്നാൽ കർത്താവ് പറയാണ്, അങ്ങനെ ഒരു സാധാരണ തൊടലല്ല. എന്നെ ആരും അറിയാതെ വന്ന് എൻ്റെ കയ്യിലോ കാലിലോ എൻ്റെ വസ്ത്രത്തിലോ സ്പർശിച്ചതല്ല. സൗഖ്യത്തിനു വേണ്ടി വിശ്വാസത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ, വളരെ ത്യാഗം സഹിച്ച് ആമേൻ എന്നെ വന്ന് തൊട്ട ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. അതാരാണെന്നാണ് എനിക്കറിയേണ്ടത്. ഞാനൊരു കാര്യം പറയാം, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ മറ്റാർക്കും അത് മനസ്സിലായില്ലെങ്കിലും, മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ അതൊരു സാധാരണ കാര്യമായിട്ട് തോന്നുമെങ്കിലും, ദൈവം നമ്മളെ ഒരു സാധാരണ കാര്യം ചെയ്യാൻ വന്നവരായിട്ടല്ല കാണുന്നത്. ദൈവം നമ്മളെ കാണുന്നത് തീർച്ചയായിട്ടും ഒരു അസാധാരണമായ നിലയിലാണ്. മറ്റുള്ളവരെ കാണുന്നത് പോലെ എങ്ങനെങ്കിലും വരട്ടെ എന്നുള്ള രീതിയിലല്ല കർത്താവ് നമ്മളെ കാണുന്നത്. ലോകം നമ്മളെ കാണുന്നത് വെറും സാധാരണക്കാരായിട്ടായിരിക്കാം. ഒരുപക്ഷെ നമുക്ക് അർഹമായ റെസ്പെക്റ്റ് പലരും നമുക്ക് ഈ ലോകത്തിൽ തരുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ അർഹമായ കാര്യങ്ങൾ പലരും നമുക്ക് നിഷേധിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മളെ സ്നേഹിക്കുമെന്ന് പ്രതീക്ഷിച്ചവർ ഒരുപക്ഷെ നമ്മളെ സ്നേഹിച്ച് കാണത്തില്ല. നമ്മളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചവർ ഒരുപക്ഷെ നമ്മളെ സഹായിച്ച് കാണത്തില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു, അവൻ മറ്റുള്ളവരെ പോലെയല്ല. അവൻ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ അവസ്ഥകൾ കണ്ടാണ്, നമ്മുടെ ആവശ്യങ്ങൾ കണ്ടാണ്. മറ്റുള്ളവർ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് യേശുവിന് പ്രശ്നമല്ല. അവൻ നമ്മുടെ ആവശ്യങ്ങളിൽ ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ ആ സ്ത്രീ വന്ന് തൊട്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ത്യാഗം സഹിച്ചാണ് അവർ വലിയ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് വന്നത്. യേശുവിൻ്റെ അടുക്കൽ വന്ന് വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ മാത്രമാണ് തൊടുന്നത്. സ്തോത്രം. യേശുവിനെ പൂർണ്ണമായിട്ട് തൊടാൻ അവർക്ക് കഴിഞ്ഞില്ല. പൂർണ്ണമായിട്ട് തൊടേണ്ട ആവശ്യമില്ല. വിശ്വാസത്തോടു കൂടിയ ചെറിയൊരു സ്പർശനം മാത്രം മതി അവിടെ സൗഖ്യം വ്യാപരിക്കുവാൻ ഇടയായിത്തീരും. ഇവർ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ, ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചാൽ യേശുവിൻ്റെ വസ്ത്രം ഒരുപക്ഷെ ഇങ്ങനെ ചില നൂല് ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ നൂലിലായിരിക്കാം അവർ സ്പർശിച്ചത്. എവിടെയായാലും സ്പർശിച്ചാൽ മതി, സൗഖ്യം വരും. അവർ വിശ്വസിച്ചത് ഇത്രയും മാത്രമായിരുന്നു, എൻ്റെ യേശുവിനെ ഒരു നിമിഷം തൊടാൻ സാധിച്ചാൽ അതോടുകൂടി എൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതെയാകും, അതോടുകൂടി എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന് അവർ വിശ്വസിച്ചു. അവർ വിശ്വസിച്ചത് തന്നെ അവർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും.
അവർ വന്ന് യേശുവിനെ സ്പർശിച്ചു, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ സ്പർശിച്ചു. അനേകർ ചിന്തിക്കുന്നത് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ സ്പർശിച്ചാൽ സൗഖ്യം വരുമെന്നാണ്. വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ സ്പർശിക്കുന്നത് കൊണ്ട് സൗഖ്യം വരത്തില്ല. സൗഖ്യം വരണമെങ്കിൽ യേശു എന്നെ സൗഖ്യമാക്കിയെങ്കിൽ മാത്രമേ എനിക്ക് സൗഖ്യമാകാൻ കഴിയൂ എന്ന് നാം തിരിച്ചറിയണം. അപ്പോഴാണ് സൗഖ്യം വ്യാപരിക്കുന്നത്. അനേകർ വിശ്വസിക്കുന്നത് യേശുവിൻ്റെ വസ്ത്രം കിട്ടിയായിരുന്നെങ്കിൽ അതിൽ നിന്ന് തൊടാമായിരുന്നു. വസ്ത്രത്തിനാണ് പ്രാധാന്യം. അനേകർ വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. വസ്ത്രമല്ല പ്രാധാന്യം അർഹിക്കുന്നത്, യേശുവാണ്. സൗഖ്യം തരുന്നത് വസ്ത്രമല്ല, യേശുവാണ്. യേശുവിലുള്ള വിശ്വാസമാണ് നമുക്ക് സൗഖ്യം തരുന്നത്. ഈ ഭാഗത്തിൻ്റെ ഏറ്റവും അവസാനം നമുക്ക് കാണാൻ കഴിയും. 48-ാം വാക്യത്തിൽ പറയുന്നു, യേശു അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. സമാധാനത്തോടെ പോകാൻ പറഞ്ഞത് അവളുടെ വിശ്വാസം അവളെ രക്ഷിച്ചതുകൊണ്ടാണ്. ഏത് വിശ്വാസമാണ്? യേശുവിലുള്ള വിശ്വാസം. എന്നെ സൗഖ്യമാക്കുവാൻ യേശു മതിയായവനാണ് എന്നുള്ള വിശ്വാസം. അതൊരു സാധാരണ വിശ്വാസമല്ല, യേശുവിൽ മാത്രമുള്ള വിശ്വാസമാണ്. അനേകർ വിശ്വസിക്കുന്നത് പോലെ വസ്ത്രത്തിലുള്ള വിശ്വാസമല്ല, യേശുവിൻ്റെ ചെരുപ്പിലുള്ള വിശ്വാസമല്ല, യേശുവിൻ്റെ വീട് അതിൽ നിന്ന് തൊട്ടാൽ മതിയായിരുന്നു എന്നുള്ള വിശ്വാസമല്ല. ആമേൻ. യേശു സൗഖ്യമാക്കുവാൻ മതിയായവനാണ്. യേശു മാത്രം എന്നെ സൗഖ്യമാക്കുവാൻ മതിയായവനാണ് എന്നുള്ള വിശ്വാസം വരുമ്പോൾ അവിടെ സൗഖ്യം വ്യാപരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സൗഖ്യമായി. യേശുവിൽ വിശ്വസിച്ചു. ആ സ്ത്രീയുടെ പ്രശ്നത്തിന് പരിഹാരമായി. അവർ സൗഖ്യമാകുവാൻ ഇടയായിത്തീർന്നു. അവർ സമ്പൂർണ്ണമായിട്ട് സൗഖ്യമായി, പൂർണ്ണമായിട്ട് സൗഖ്യമായി എന്ന് നമ്മൾ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. ഓക്കെ, നമുക്ക് വീണ്ടും മടങ്ങി വരാം. പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. രക്തസ്രവം എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു രോഗമാണ്. വളരെ നാണക്കേടുണ്ടാക്കുന്ന, അറപ്പുളവാക്കുന്നതായ ഒരു രോഗമാണ്. പ്രത്യേകിച്ച് ആ കാലത്ത് സ്ത്രീകൾക്ക് രക്തസ്രവം ഉള്ളവർക്ക് പുറത്തു വരാനോ സമൂഹത്തിൽ വരാനോ സാധ്യമല്ല, പുറത്തു വരുവാൻ പാടില്ല. അങ്ങനെ വരാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. നാണക്കേടാണ്. രക്തസ്രവം ഉള്ള ആളെന്ന് പറയുന്നത് നാണക്കേടാണ്. അടുത്ത് നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ മോശമായ ഗന്ധമുണ്ടായേക്കാം. അടുത്ത് നിൽക്കുന്നവർ ഇവളെ പുച്ഛത്തോടെ കാണും. എന്തിന് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നു? നാണക്കേടുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി വന്നു എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ യേശു അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ സ്നേഹിക്കുവാൻ മതിയായവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒത്തിരി പൈസ മുടക്കി, അനേക ആളുകളെ കണ്ടു, അനേക സ്ഥലങ്ങളിൽ പോയി, അങ്ങനെ അവസാനമായിരിക്കും ഒരുപക്ഷെ യേശുവിൻ്റെ അടുക്കൽ വന്നത്. അവസാനമായാലും കുഴപ്പമില്ല. കറക്റ്റ് സ്ഥലത്ത് വരുമ്പോൾ, വരേണ്ട സ്ഥലത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ട സൗഖ്യം ലഭിക്കുക തന്നെ വരും. യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ അനേകർക്ക് തരാൻ കഴിയാത്ത എല്ലാവിധ മരുന്നുകൾക്കും, എല്ലാ ശാഖയിലുള്ള മരുന്നുകൾക്കും തരാൻ കഴിയാത്ത സൗഖ്യം തരുവാൻ യേശു മതിയായവനാണ്. യേശുവിൻ്റെ അടുക്കൽ നമ്മൾ കടന്നു വരുമ്പോൾ, അപ്പോൾ യേശു തിരിഞ്ഞു നിന്ന് തൻ്റെ വസ്ത്രത്തിൽ ആരോ സ്പർശിച്ചു തെറിഞ്ഞ് ചോദിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? യേശുവിൻ്റെ അടുത്തേക്ക് പലരും വന്നിട്ടുണ്ട്. യേശു പലരെയും അങ്ങോട്ട് പോയി സൗഖ്യമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ വീടിൻ്റെ മുകൾ ഭാഗം തുറന്ന് ചിലരെ ഇറക്കി സൗഖ്യമായിട്ടുണ്ട്. വഴിയിൽ ഇരുന്ന പലരെയും സൗഖ്യമായിട്ടുണ്ട്. യേശുവെ എന്നെ സൗഖ്യമാക്കണമെന്നും പറഞ്ഞ് വന്നവരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. സൗഖ്യമാക്കണമെന്നും പറഞ്ഞ് ചിലരെ യേശുവിൻ്റെ അടുത്തേക്ക് ചിലരെ കൊണ്ടുവന്നു. അങ്ങനെ ആ നിലയിൽ സൗഖ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു, യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നവർ സൗഖ്യമായി, യേശു ആരുടെ അടുത്തേക്ക് വന്നോ അവരും സൗഖ്യമായി. യേശുവിൻ്റെ കരസ്പർശമേൽക്കുമ്പോൾ നമ്മൾ സൗഖ്യമാകും. നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മാറും. നമ്മുടെ ശരീരത്തിൻ്റെ രോഗങ്ങൾ മാറും. ദീർഘനാളായി നമ്മളെ തുടർന്നുകൊണ്ടിരിക്കുന്ന ശാപങ്ങൾ മാറും. ദീർഘനാളായി നമ്മുടെ ഉയർച്ചയെ തടയുന്ന കെട്ടുകൾ മാറിപ്പോകും. യേശുവിങ്കൽ സമാധാനമുണ്ട്, യേശുവിങ്കൽ സാന്ത്വനമുണ്ട്, യേശുവിങ്കൽ വലിയ മഹാസന്തോഷമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ പുരുഷാരം നിന്നെ തിക്കിത്തിരക്കുന്നു എന്ന് ശിഷ്യന്മാർ. ആരാണ് എന്നെ തൊട്ടത്? ശിഷ്യന്മാർ വന്ന് ബുദ്ധിപൂർവ്വം ഒരു ചോദ്യം ചോദിക്കുകയാണ്. ശിഷ്യന്മാർക്ക് നല്ല ബുദ്ധിയുണ്ട്, നമ്മളെപ്പോലെയാണ്. യേശുവിനൊരു ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്, അയ്യോ യേശുവെ, ഇത്രയും പേര് ഇവിടെ നിന്ന് തള്ളുന്ന ഈ സാഹചര്യത്തിൽ എത്ര പേരാ നിൻ്റെ കൂടെ നടക്കുന്നത്? ഇത്രയും പേര് ഒരുമിച്ച് നടക്കുമ്പോൾ ആര് തൊട്ടു എന്ന് ചോദിക്കുന്നത് ഒരു ബുദ്ധിപൂർവമായ ഒരു ചോദ്യമേ അല്ല. അതൊരിക്കലും ഒരു ബുദ്ധിപൂർവമായ ചോദ്യമല്ല. അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. എന്നാൽ യേശു പറയുകയാണ്, അങ്ങനെ ഒരു സാധാരണ ഒരു സ്പർശനത്തെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്. ആരോ വന്നെന്നെ തൊട്ടു എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് വിശ്വാസത്തോടു കൂടി എങ്കിൽ നിന്ന് വ്യാപരിക്കുന്ന സൗഖ്യം ആവശ്യമുള്ള ഏതോ ഒരു വ്യക്തി എന്നെ തൊട്ടു എന്ന് പറയുകയാണ്. കർത്താവ് ഇവിടെ നിന്ന് വളരെയധികം അന്വേഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. 46-ാം വാക്യത്തിൽ, യേശുവോ ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ സൗഖ്യം വ്യാപരിച്ചു. യേശു അത് അറിഞ്ഞു. യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം വ്യാപരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും യേശു അത് അറിഞ്ഞിരിക്കണം. യേശു പറയുകയാണ്, ഞാനത് അറിഞ്ഞു, അതുകൊണ്ട് ആരാണ് അതെന്ന് എനിക്കറിയണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സർവജ്ഞാനിയായ ദൈവം, സർവശക്തനായ ദൈവം, എല്ലാം അറിയുന്ന, എല്ലാത്തെയും സൃഷ്ടിച്ച
ആമേൻ, ആദിയോടന്തം എല്ലാത്തിനെയും കാണാൻ കഴിയുന്ന നമ്മുടെ കർത്താവ് ചോദിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? കർത്താവിന് അറിയാൻ കഴിഞ്ഞിട്ടാണോ? അല്ല, കർത്താവിന് തീർച്ചയായിട്ടും അറിയാം. അവനെല്ലാം അറിയുന്നവനാണ്, സകലതും അറിയുന്നവനാണ്. എൻ്റെ ഇന്ന് എന്ത് സംഭവിക്കുന്നു, എൻ്റെ നാളെ എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്, ഇന്നലെ എന്ത് സംഭവിച്ചു, അത് വ്യക്തമായിട്ട് അറിയുന്നവനാണ് നമ്മളെ വ്യക്തമായിട്ട് അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഒരുപക്ഷെ മനുഷ്യരാരും അറിയുന്നില്ലായിരിക്കാം. നമ്മൾ ഇരിക്കുന്ന ഈ മുറിയുടെ അപ്പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാനോ കാണാനോ കഴിയത്തില്ല. എന്നാൽ നമ്മുടെ കർത്താവ് അത് കാണുന്നു. അങ്ങനെ എല്ലാം അറിയുന്നവനായ സർവ്വജ്ഞാനത്തിൻ്റെയും ഉറവിടമായ യേശു ചോദിക്കുകയാണ്, എന്നെ ആരാണ് തൊട്ടത്? ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഏത് സുഹൃത്ത് വേണമെന്നോ ഏത് സുഹൃത്ത് എന്നെ വിട്ടുപോകണമെന്നോ വ്യക്തമായി അറിയുന്നവനാണ് ദൈവം. അറിയാനും പിരിയാനും ഒരു സമയം ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു സുഹൃത്ത് വരുന്നതും നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു സുഹൃത്ത് പോകുന്നതും ദൈവം അറിയുന്നു. അതറിയുന്നവനാണ് നമ്മുടെ ദൈവം. ഒരു സുഹൃത്ത് എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും, എന്നു മുതൽ എന്ന് വരെ ആയിരിക്കും ആ സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്, ഒരു സുഹൃത്ത് നമ്മളിൽ നിന്ന് അകലാൻ തുടങ്ങുന്നത് ഏത് നിമിഷം മുതലായിരിക്കും, ഇതെല്ലാം അറിയുന്നവനാണ് നമ്മുടെ ദൈവം. എന്നിട്ട് ഇതെല്ലാം അറിയുന്ന സർവ്വജ്ഞാനിയായ ദൈവം അവിടെ നിന്ന് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, എന്നെ തൊട്ടത് ആര്? ദൈവം ഏതൊരു ചോദ്യം ചോദിച്ചാലും അതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഒരു ഉദ്ദേശമുണ്ട്. ഒരു ഉദ്ദേശമില്ലാതെ, ഒരു വ്യക്തമായ ഒരു പർപ്പസ് ഇല്ലാതെ ദൈവം ഒരിക്കലും ഒരു ചോദ്യം ചോദിക്കാറില്ല. ഇവിടെ ചോദിക്കുകയാണ്, എന്നെ ആരാണ് തൊട്ടത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ പലരും, ഈ സ്ത്രീ ഉൾപ്പെടെയുള്ളവർ മാറി നിന്നു, അയ്യോ കർത്താവെ അറിയാതെങ്ങാണ് ഞങ്ങൾ തൊട്ടുപോയതായിരിക്കും. അപ്പോൾ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അല്ല, അങ്ങനെ ചുമ്മാതെ വന്ന് എന്നെ തൊട്ട കാര്യമല്ല ഞാൻ പറയുന്നത്. എന്നെ തൊടുകയും എന്നിൽ നിന്ന് സൗഖ്യം പുറപ്പെടുകയും ചെയ്യുവാൻ തക്കവണ്ണം വിശ്വാസത്തോടുകൂടി എന്നെ ഒരാൾ തൊട്ടു. അതാരാണ് വിശ്വാസത്തോടു കൂടി തൊട്ടത് എന്ന് കർത്താവ് അവിടെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ മുമ്പോട്ട് വന്നു എന്ന് നമ്മൾ കാണുന്നു. 47 താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും സൗഖ്യം പ്രാപിച്ചിട്ട് മറഞ്ഞിരിക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ അടുക്ക് ചെന്നിട്ട് സൗഖ്യം പ്രാപിച്ചിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ മറഞ്ഞൊക്കെ അങ്ങ് ഇരുന്ന് ഇങ്ങനെ അങ്ങ് പോയാൽ മതി, പഴയ രീതിയിലൊക്കെ അങ്ങ് പോയാൽ മതി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്ന അതല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്താൽ ദൈവം ചെയ്ത പ്രവൃത്തിയെ നമ്മൾ അറിയണം, തിരിച്ചറിയണം എന്ന് മാത്രമല്ല, അവൻ്റെ മുമ്പിൽ വീണ് നമസ്കരിച്ച് അവനോട് നന്ദി പറയുക. പിന്നെ അതിനേക്കാളും വലിയൊരു കാര്യം, സകല ജനവും കേൾക്കെ അത് അറിയിക്കുകയും ചെയ്യണം. അതാണൊരു വലിയ കാര്യം. ദൈവം ഒരു സൗഖ്യം തരുന്നത് സൗഖ്യം പ്രാപിച്ചുകൊണ്ട് അതിലെ നന്ദി പറഞ്ഞ് താങ്ക് യു ലോർഡ്, ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് പോകാനല്ല. ദൈവം നമുക്ക് സൗഖ്യം തരുന്നത് തീർച്ചയായിട്ടും സൗഖ്യം പ്രാപിച്ചതിന് ശേഷം അവിടെ നിന്ന് അവൻ ദൈവത്തിൻ്റെ സാക്ഷ്യം, ദൈവത്തിൻ്റെ സന്ദേശം, ദൈവം എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവർ അറിയത്തക്ക നിലയിൽ വ്യക്തമായിട്ട് പറയുവാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നമ്മൾ ഏറ്റെടുക്കുകയാണ് ആ സമയത്ത്. ആ സ്ത്രീ മറഞ്ഞിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ കർത്താവ് വീട്ടിൽ കർത്താവ് ചോദിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? ശിഷ്യന്മാർ തൊട്ട കാര്യമല്ല, അടുത്ത് നിൽക്കുന്ന പത്രോസോ അടുത്ത് നിൽക്കുന്ന മറ്റ് ശിഷ്യന്മാരോ തൊട്ട കാര്യമല്ല, ഈ പുരുഷാരത്തിൽ ആരെങ്കിലും വന്ന് സ്പർശിച്ച കാര്യമല്ല. വിശ്വാസത്തോടുകൂടി എന്നെ ഒരാൾ തൊട്ടു. വിശ്വാസത്തോടുകൂടി തൊട്ടപ്പോൾ എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അങ്ങനെ വിശ്വാസത്തോടുകൂടി തൊട്ടത് ആരാണെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അങ്ങനെ കർത്താവ് ചോദിക്കുമ്പോൾ ഈ സ്ത്രീ മുമ്പോട്ട് വന്ന് പറഞ്ഞു, ഞാനാണ് കർത്താവേ, എനിക്കാണ് സൗഖ്യമുണ്ടായത്. ദീർഘനാളുകളായി 12 വർഷമായി ഞാൻ അനുഭവിച്ചു വന്നിരുന്ന ഈ രോഗം, ഈ നാണക്കേടിൻ്റെ അനുഭവം എനിക്ക് വളരെ നാണക്കേടായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുവാൻ കഴിയാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ കഴിയാതെ വിധം വളരെ നാണക്കേടാൽ ഞാൻ ഭാരപ്പെട്ടിരുന്നു. എന്നാൽ ദൈവം എന്നെ സൗഖ്യമാക്കി. ഹന്ന എന്ന് പറയുന്ന സ്ത്രീയെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഹന്ന വളരെയധികം നാണക്കേടിൽ കൂടെ പോയിരുന്നു. കാരണം ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. ആ സമയത്ത് മക്കളില്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം സമൂഹത്തിൽ ഏറ്റവും ശപിക്കപ്പെട്ട, സമൂഹത്തിൽ ഏറ്റവും അറയ്ക്കപ്പെട്ട, നാണം കെട്ട ഒരു സ്ത്രീയായിരുന്നു, ഒരനുഭവമായിരുന്നു അന്ന് ഹന്നായ്ക്കുള്ളത്. ഹന്ന ദേവാലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ദേവാലയത്തിലെ പുരോഹിതൻ വന്ന് ഹന്നയോട് ചോദിച്ചു, നീ എന്തായി പുറവുറുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഹന്ന പറഞ്ഞു, യജമാനനെ, ഞാൻ എൻ്റെ ദൈവത്തോട് എൻ്റെ വേദന അറിയിക്കുകയത്രേ ആകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന് പുരോഹിതൻ അവളെ അനുഗ്രഹിച്ചു. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. അവളുടെ നാണക്കേടിനെ മാറ്റി അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നൽകി ദൈവം അവളെ മാനിച്ചു. മക്കളില്ലാതിരിക്കുന്നത് വളരെ ഒരു ശാപമായിട്ട് പലർക്കും തോന്നിയേക്കാം. മക്കളില്ലാതിരിക്കുന്ന ഒരു നാണക്കേടാണ്. എന്നാൽ ആ നാണക്കേടിൻ്റെ പുറത്ത് വിടുതൽ തരുവാൻ കഴിവുള്ളവനാണ് ദൈവം. സൗഖ്യമില്ലാതെ നാണക്കേട്, കുഷ്ഠം പോലെയുള്ള മാരകമായ രോഗത്താൽ ബാധിതരായ ആളുകളെ സൗഖ്യമാക്കുവാൻ കഴിയുന്നവനാണ് ദൈവം. ഓർക്കണം, നമ്മൾ ഒരു മനുഷ്യരോടല്ല ഇത് പറയുന്നത്. നമ്മൾ സകല സൃഷ്ടിയെയും
ചമച്ച ആമേൻ നമുക്ക് ജീവൻ തന്ന, നമുക്ക് ഈ ശരീരം തന്ന, ഈ ലോകത്തിൽ ഈ സാഹചര്യത്തിൽ ജീവിക്കുവാൻ നമ്മളെ ഇങ്ങോട്ട് അയച്ച നമ്മുടെ ദൈവത്തോടാണ് പറയുന്നത്, ദൈവമേ എനിക്ക് സൗഖ്യം ആവശ്യമാണ്, എനിക്ക് മക്കളെ ആവശ്യമാണ്, എനിക്ക് സാമ്പത്തികമായൊരു നന്മ ആവശ്യമാണ്, എനിക്കൊരു ഉയർച്ച ആവശ്യമാണ്, എൻ്റെ ജോലിയിൽ എനിക്കൊരു ഉയർച്ച ആവശ്യമാണ്. ആമേൻ എൻ്റെ സ്ഥലത്ത്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എനിക്കിങ്ങനെ പോയാൽ കഴിയത്തില്ല, എനിക്ക് കുറച്ചുകൂടെ സ്ഥിരമായ ഒരു ജീവിതം വേണം. ഞാൻ പലപ്പോഴും തകർന്നു പോകുന്നു, മാനസികമായി വളരെ വേദന അനുഭവിക്കുന്നു, മാനസികമായി വളരെ ഭാരം അനുഭവിക്കുന്നു. എന്നാൽ എനിക്ക് ഇതിൽ നിന്ന് ഒരു മുക്തി വേണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്, നമ്മളെ മാനിക്കുന്നവനാണ്. യേശു 48-ാം വാക്യത്തിൽ അവരോട് പറയുകയാണ്, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് വിശ്വാസമാണ് അവളെ രക്ഷിച്ചത്? യേശുവിലുള്ള വിശ്വാസം. അവളുടെ അറിവിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം യേശു സൗഖ്യമാക്കും എന്നുള്ളത് മാത്രമായിരുന്നു. അങ്ങനെ അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? യേശു അവളെ സൗഖ്യമാക്കി. ആ സൗഖ്യമാക്കും എന്ന് യേശുവിലുള്ള അവളുടെ വിശ്വാസം അവളെ രക്ഷിച്ചു എന്ന് പറയാണ്. ഇന്ന് അനേകർ പറയാറുണ്ട്, അവനവൻ്റെ വിശ്വാസം അവരവരെ രക്ഷിക്കും, ഏത് വഴിക്ക് പോയാലും. ഇല്ല, അങ്ങനെ ഒന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞത് സൗഖ്യമാകുവാൻ, നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ, നിന്നെ ഇന്നു മുതൽ ഒരു പുതിയ പന്താവിലേക്ക് നടത്തുവാൻ അവൻ മതിയായവനാണ്, യേശു മതിയായവനാണ് എന്ന് നീ വിശ്വസിക്കുമെങ്കിൽ ആ വിശ്വാസം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. ആ വിശ്വാസമാണ് രക്ഷിക്കുന്നത്, യേശുവിലുള്ള വിശ്വാസം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമേ ഉള്ളൂ എന്നാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവ് യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നില്ല. നമുക്ക് വഴിയായി, സത്യമായി, മാർഗമായി നമ്മുടെ മുമ്പിലുള്ളവൻ ആ യേശുവാണ്. ആ യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. ആ യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമുണ്ടാകുന്നത്. ആ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമ്മുടെ നാണക്കേടുകൾ മാറുന്നു. ദീർഘനാളുകളായി ശപിക്കപ്പെട്ട അവസ്ഥയിൽ, ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ, വളരെ മോശമായ, വളരെ നാറിയ അവസ്ഥയിലായിരുന്നു നമ്മളെ മാറ്റുവാൻ മതിയായവനാണ് കർത്താവ്. നമ്മുടെ അവസ്ഥകളിൽ മൊത്തമായിട്ട് മാറ്റം തരുവാൻ. ഒരുപക്ഷെ അയൽവക്കക്കാരും നമ്മളോട് മിണ്ടുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ സ്നേഹിതരാരും നമ്മളോട് മിണ്ടുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ നമ്മളെ സ്നേഹിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചവരാരും നമ്മളോട് മിണ്ടുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ സ്നേഹിതന്മാരെല്ലാം നമ്മളെ വിട്ട് മാറിപ്പോയിരിക്കാം. എന്നാൽ ഒരിക്കലും മാറാത്ത നമ്മുടെ യേശുവാണ്. അവൻ്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിച്ചാൽ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ സ്ത്രീക്കുണ്ടായതുപോലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പുതിയ ചരിത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ഏടുകളിൽ എഴുതുന്നവനാണ് നമ്മുടെ ദൈവം. ഇന്നലെ വരെ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, യേശു നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു തുടങ്ങുമ്പോൾ അന്നു മുതലുള്ളതാണ് നമ്മുടെ യഥാർത്ഥ ചരിത്രം, അന്നു മുതലുള്ളതാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം. ബാക്കിയുള്ളതൊക്കെ മറ്റുള്ളവർ കാണുമ്പോൾ ദൈവം നോക്കുന്നത് ദൈവത്തെ അറിഞ്ഞ ശേഷമുള്ള, ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിച്ച ശേഷമുള്ള നമ്മുടെ ജീവിതത്തെയാണ് ദൈവം നോക്കുന്നത്, അതിനു മുമ്പുള്ളതല്ല. കണ്ടാലും സകലവും പുതിയതായി തീർന്നു എന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. തിരുവചനത്തിൽ പറയുന്നത്, യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എല്ലാം പുതിയതായി തീർന്നു, ഇനി പഴയതൊന്നുമില്ല, കണ്ടാലും സർവ്വതും പുതിയതായി തീർന്നു എന്നുള്ള അവസ്ഥയാണ് നമ്മളവിടെ കാണുന്നത്. കർത്താവ് നമ്മളെ എങ്ങനെ ആ നിലയിൽ സഹായിക്കട്ടെ. യേശു സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനാണ്, മതിയായവനാണ്, സൗഖ്യമാക്കുവാൻ മനസ്സുള്ളവനാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യേശു നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ മതിയായവനാണ്, നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ വിശ്വസ്തനാണ്. അവൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചാൽ ഈ സ്ത്രീക്ക് യേശുവിൽ നിന്ന് സൗഖ്യം ലഭിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നത് കാണാൻ കഴിയും. ഉള്ളതെല്ലാം ചിലവാക്കിയിട്ട് സൗഖ്യം ലഭിച്ചില്ല, എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ, യേശുവിനെ കണ്ട മാത്രയിൽ സൗഖ്യം വന്നു എന്ന് പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് വീണ്ടും അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഈ പ്രോഗ്രാം കേൾക്കുന്ന ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവ് അവർക്ക് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല സൗഖ്യവും നൽകുന്നവനായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ അവരെ സഹായിക്കണമേ. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല. അവർ ദേശത്ത് മാനിക്കപ്പെടും, അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, അവരുടെ ഭാവി സുരക്ഷിതമായി തീരും. ആമേൻ. അങ്ങനെ ആ നിലയിലുള്ള എല്ലാവിധ അനുഗ്രഹവും സമൃദ്ധിയും ഈ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവ് കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ വലിയ മാറ്റം കാണുവാൻ അവരെ സഹായിക്കണമേ, വലിയ മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെ സഹായിക്കട്ടെ.